സോറി, ഞാൻ അല്പം ലേറ്റായി. സാരമില്ല. ടോം ചാക്കോയ്ക്കെതിരെ വെളിപ്പെടുത്തലുമായി പുതുമുഖ നടി സൂത്രവാക്യം സിനിമയുടെ സെറ്റിൽ ഷൈൻ തന്നോടും മോശമായി പെരുമാറിയെന്ന് അപർണ ജോൺ. ഒന്നും നാട്ടിലായിരുന്നെങ്കിൽ നിയമ നടപടി എടുത്തേനെ എന്നും ഓസ്ട്രേലിയയിൽ കഴിയുന്ന അപർണ പറഞ്ഞു. ഏതായാലും ആനിയന്റെ സമയം കൊള്ളാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്രമാധ്യമങ്ങളോടും അല്ലാതെ അവരുടെ വീഡിയോ പോസ്റ്റിലോടും കൂടെയും പറഞ്ഞതുപോലെ ഉള്ള അനുഭവങ്ങളെല്ലാം എല്ലാത്തിനും ഞാനും സാക്ഷിയാണ്. എനിക്കും അനുഭവങ്ങളെല്ലാം നേരിടേണ്ടി വന്നിട്ടുണ്ട്. അവളോട് കുറച്ച് തവണ ചിരിച്ചിട്ടുണ്ടെന്നല്ലാതെ അവളും ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ബന്ധം ഞാൻ ഉണ്ടാക്കി തരാം. ഈ അപർണ വിൻസി കാര്യങ്ങൾ വന്ന് തുറന്നു പറയുമ്പോൾ വിൻസി അപർണയുടെ പേര് പറയാതെ തന്നെ പറയുന്നുണ്ടായിരുന്നു, മറ്റൊരാൾക്കും ഇതേപോലെ ഒരു അനുഭവം ഉണ്ടായി എന്ന് എനിക്കറിയാം. എന്റെ ഒരു ബുദ്ധിമുട്ടും കൂടെ ആണ് വിൻസി സഹപ്രവർത്തകയും കൂടെ ചേർത്ത് പറഞ്ഞത്. കിഴക്കുന്ന് വന്നുമില്ല, ഒറ്റാലി കിടന്നതും പോയി എന്ന് പറഞ്ഞ മാതിരിയായി. ഡീസന്റ് മാനും ഇൻഡീസന്റ് വിഷയം ഇന്ന് അവസാനിപ്പിച്ചില്ലെങ്കിൽ നാട്ടുകാരായ ഞങ്ങൾ ഷൈൻ വളരെ ഒരു അബ്നോർമൽ ആയിട്ടും വളരെ എറാറ്റിക് ആയിട്ടും ഉള്ളൊരു ബിഹേവിയർ ആണ് സെറ്റി കാണിച്ചുകൊണ്ടിരുന്നത്. സംഗതി കുളമായി. വിൻസി പറഞ്ഞതുപോലെ തന്നെ സ്ട്രോങ് സെക്ഷൽ കൊണോട്ടേഷൻ ഉള്ള എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ഒരു വെർബൽ ഡയറി തന്നെയാണ്. ഇവനാള് മോശമില്ലല്ലോ, ഇവന് തന്നെയാ പരിപാടി. എത്ര ലജ്ജാവഹം. എപ്പോഴും ഇങ്ങനെ സെറ്റിൽ, അത് നമ്മളെ വളരെയധികം അൺകംഫർട്ടബിൾ ആക്കും. എവിടെ ജോലി ചെയ്താലും ആ നാട്ടുകാരുടെ മുഴുവൻ പ്രാക്ക് കേട്ട് അയാൾ അടങ്ങും. എപ്പോഴും സ്ത്രീകളുണ്ടെങ്കിൽ അവിടെയെല്ലാം ഈ അശ്ലീലം കലർന്ന ഉപയോഗങ്ങൾ മാത്രമാണ് മിക്കവാറും കേൾക്കാൻ പറ്റുന്നത്. അതങ്ങനെ വിടാൻ പറ്റും. ഈ വിൻസി പറഞ്ഞ ഒരു കാര്യമുണ്ട്, ആ സമയത്ത് ഇയാള് എന്തൊരു വെള്ളപ്പൊടി തുപ്പുന്നതൊക്കെ കണ്ടു വിൻസി എന്നാണ് വിൻസി പറഞ്ഞത്. ഇതൊരു നടക്ക് പോണ കേസല്ല. വൈറ്റ് പൗഡർ എന്ന് മാത്രമേ എനിക്ക് പറയാൻ ഒക്കൂ. അതിപ്പം വോളണ്ടറിലി ആണോ അൺവോളണ്ടറിലി ആണോ അത് അദ്ദേഹം ഇങ്ങനെ സ്പിറ്റ് ചെയ്തത് ടേബിളിലേക്കെന്ന് എനിക്കറിയില്ല. അദ്ദേഹം സംസാരിക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ വായിൽ നിന്ന് ഒരു വൈറ്റ് പൗഡർ മേശപ്പുറത്തേക്ക് വീഴുന്നുണ്ടായിരുന്നു. ഇത് അന്തസ്സുള്ള ഇടപാടാണെന്ന് തോന്നണ്ട തമ്പുരാനെ. അതൊരു അബദ്ധമായി പോയി എന്ന് ചില നിലാവുള്ള രാത്രികളിൽ എനിക്കും തോന്നാറുണ്ട്. ഒരു പ്രശ്നം തിരശ്ശീലയ്ക്ക് പിറകിൽ ഏതാണ്ട് കോംപ്രമൈസ് ആക്കിയെന്നൊക്കെയുള്ള ചർച്ചകൾക്കിടയിലാണ് ഇപ്പോ മറ്റൊരു സഹപ്രവർത്തക കൂടി സമാനമായ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വന്നു എന്നതിന് അവർ കൂടി സാക്ഷ്യപ്പെടുത്തുന്നത്. അതന്നത്തെ ചോരത്തിളപ്പിന്. അപ്പോൾ നിയമ നടപടികളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ അപർണ? ഭർത്താവെ, നമ്മളെ പോലീസ് ഓടിക്കുന്നാണോ തോന്നുന്നത്? കയ്യിൽ ഇരിപ്പിന് ഇതൊന്നും പോരാ എന്നാണ്. ഓക്കെ, ഞാൻ നാട്ടിലായിരുന്നെങ്കിൽ ഞാൻ ചിന്തിച്ചേനെ. തീർച്ചയായും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാനിപ്പോ എന്തായാലും തൽക്കാലം അതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. അല്ല, രക്ഷപ്പെട്ടല്ലോ, ചാവാതെ രക്ഷപ്പെട്ടല്ലോ എന്ന് പറയായിരുന്നു.